ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ടൈറ്റിൽ കണ്ട പോലെ ഇന്ന് ഞാൻ ഒന്ന് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ വീട് വരെ പോവുകയാണ്. ഞാനും അമ്മയായിരിക്കും പോകുന്നത്. അപ്പോൾ സാധാരണ പറയുന്ന പോലെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മ ദൂരെ ഒരു തറവാട്ടിൽ താമസിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീടിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കാറിൽ ട്രാവൽ ചെയ്താൽ അവരുടെ വീടെത്തും. അത്ര അടുത്താണ്. ബട്ട് പൊതുവേ അവരാണ് നമ്മുടെ വീട്ടിലേക്ക് കൂടുതലും വരാറുള്ളത് ദാൻ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്. ബട്ട് കൂടുതൽ അവരിങ്ങോട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളായി ഒന്ന് അവരുടെ വീട് വരെ പോയിട്ട്. അപ്പോൾ അവരിന്നൊന്ന് വിളിച്ചു. കാരണം ഇപ്പോൾ റംബൂട്ടാൻ സീസൺ ആണല്ലോ. അപ്പോൾ അവരുടെ വീട്ടിലും ഉണ്ട് റംബൂട്ടാൻ മരം. ആൻഡ് ഇത്തവണ അത്രയ്ക്കും കാ ഇല്ല എന്നവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സോ ആദ്യം കുറേ കാ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞു. അപ്പോൾ കിളികൾ കൊത്തിക്കൊണ്ട് പോയതാണോ അതോ വല്ല ആൾക്കാരെ പറിച്ചുകൊണ്ട് പോയതാണോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിലെ റംബൂട്ടാനിൽ നമ്മളിങ്ങനെ കുഞ്ഞ് പ്ലാസ്റ്റിക് കവർ വെച്ച് സ്റ്റേപ്പിളർ ചെയ്ത് ഇടാറുണ്ട്, നമുക്ക് പറ്റുന്ന ഹൈറ്റിൽ നിൽക്കുന്ന കായലെല്ലാം, സോ ദാറ്റ് ആനിമൽസ് ഒന്നും കൊത്തിക്കൊണ്ട് പോകത്തില്ല. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് തരാമോ എന്ന് അപ്പൂപ്പൻ്റെ അമ്മ ഒന്ന് നമ്മളോട് ചോദിച്ചു. അപ്പോൾ ഞാനും അമ്മയും ഇന്ന് മോർണിംഗ് കുറച്ച് ഫ്രീ ആയിരുന്നു. സോ വി തോട്ട് വിൽ ജസ്റ്റ് ഗോ ആൻഡ് ഡു ദാറ്റ്. പിന്നെ അവർക്ക് കുറച്ച് വീഡിയോയും കൂടെ എടുക്കണം റംബൂട്ടാൻ്റെ, തൻവിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യാൻ നമ്മളിന്ന് ഒന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ നല്ല റെഡിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറയുകയും ചെയ്തു കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. സോ ഐ ഹാഡ് സം ഫ്രീ ടൈം വിത്ത് മീ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഇടയായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു സിമ്പിൾ മോർണിംഗ് റൂട്ടീൻ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേസിൽ ആക്നി മാർക്സ് ഫേഡ് ചെയ്തത് ഇൻ ജസ്റ്റ് 3 days. അപ്പോൾ എനിക്ക് ഒരു വെഡ്ഡിങ് വരുന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് എൻ്റെ സ്കിൻ അത്യാവശ്യം ഒന്ന് ബ്രൈറ്റ് ആക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എൻ്റെ ഫേസിലുള്ള ഈ ഒരു ആക്നി മാർക്സ് അങ്ങനെ ഭയങ്കര ഡാർക്കല്ല, എന്നാലും ഡാർക്ക് ഇനഫ് ടു മേക്ക് മൈ സ്കിൻ ലുക്ക് എ ബിറ്റ് അൺഈവൻ. സോ ഞാനൊരു മിറക്കിളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ഒരു വിസിബിൾ ചേഞ്ച് വേണം എന്നെനിക്കുണ്ടായിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു ഗിവ് ദിസ് 3-day ടെസ്റ്റ് എ ട്രൈ. ഇതാണ് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി പ്ലസ് സീറം. ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, നയസിനമൈഡ് ഉണ്ട്, BHAയും ഉണ്ട്. ഈ ബ്രാൻഡ് പറയുന്നത് ഈ സീറം നമ്മുടെ സ്കിന്നിനെ വെറും 3 ദിവസത്തിൽ ബ്രൈറ്റൻ ചെയ്യും എന്നാണ്. സോ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ദിവസം ഐ കെപ്റ്റ് ഇറ്റ് സൂപ്പർ സിമ്പിൾ. ഈ ഒരു സീറം മാത്രം രാവിലെയും രാത്രി. ഇത് വളരെ ലൈറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ് ആൻഡ് അബ്സോർബ്സ് ഇൻ സെക്കൻഡ്സ്. രണ്ടാമത്തെ ദിവസമായപ്പോൾ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ച് ലെസ് ഡള്ളായിട്ടും തോന്നി. പിന്നെ പതുക്കെ ആ ഒരു സോഫ്റ്റ് ഹെൽത്തി ലുക്കും വന്നു തുടങ്ങി. മൂന്നാമത്തെ ദിവസമായപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ചേഞ്ച് കണ്ടത്. സ്കിൻ ടോൺ വിസിബിളി നല്ല ബ്രൈറ്റായി, കുറച്ചുകൂടി ഈവൻ ടോണായി ആൻഡ് സ്കാർസോ ശരിക്കും നല്ല ഫെയ്ഡുമായി ലൈറ്ററുമായി. ഞാനിപ്പോൾ ഒരു ഫിൽറ്ററോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് മൈ സ്കിൻ ബട്ട് ബെറ്റർ. ആൻഡ് ഓണസ്റ്റ്ലി എനിക്ക് ഈ ഗ്ലോ കിട്ടിയത് കറക്റ്റ് ടൈമിലാണ്. ഞാൻ പറഞ്ഞ ഒരു വെഡ്ഡിങ് ഇല്ലേ, ദാറ്റ് വാസ് ഓൾസോ എക്സാക്ട്ലി ഇൻ 3 days. അപ്പോൾ ഈ ഒരു ചെറിയ ചേഞ്ച് എനിക്ക് ആക്ച്വലി ഒരു എക്സ്ട്രാ ബൂസ്റ്റ് തന്നു, വിച്ച് ഐ ഡോണ്ട് നോ ഐ വാണ്ടഡ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു ബിഗ് മൊമെൻറ്റ് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റെഗുലർ റൂട്ടീൻ ഒന്ന് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ഡു ഗിവ് ദിസ് സീറം എ ട്രൈ, ബിക്കോസ് ഐ തിങ്ക് ഇത് നിങ്ങളെയും സർപ്രൈസ് ചെയ്യും. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുന്നതായിരിക്കും. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. യെസ്, സോ നമുക്ക് പോയാലോ? കം. നദിയുടെ സ്വന്തം അച്ഛനും അമ്മയും കാണാൻ ഇത്രയും ഒരുങ്ങണോ? അല്ലല്ല, ജസ്റ്റ് നിൻ്റെ വീഡിയോയിൽ വരുമ്പോഴേ ഞാൻ കുറച്ച് ഡീസൻ്റ് ആയിട്ടിരിക്കണ്ടേ. എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ നൈറ്റ് ഇട്ടൊക്കെ നിന്നാൽ കുഴപ്പമില്ല. നിൻ്റെ വീഡിയോയിൽ ഞാൻ ഇച്ചിരി അതെ, എൻ്റെ വീഡിയോക്ക് ഒരു പ്രത്യേകത. എൻ്റെ വീഡിയോ ഒക്കെ എപ്പോഴും ട്രെൻഡിങ് വണ്ണൊക്കെ ആവുന്നു. അതെ അതെ, അത് വളരെ അത് ശരിയാണ്. നിൻ്റെ വീഡിയോ ട്രെൻഡിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞാനിങ്ങനെ നൈറ്റ് ഒക്കെ ഇട്ട് നിന്നാൽ കൊള്ളത്തില്ലല്ലോ. റെഡിയായോ? ഞാൻ എപ്പോഴേ റെഡി. യെസ്, ഓഫ് കോഴ്സ്. മരത്തിൽ കവറുടെ നല്ല ഹൈറ്റുള്ള ഒരാളെയാണ് കൊണ്ടുവന്നത്. കുഴപ്പമില്ല, നമുക്ക് അഭിജിത്തിനോടും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറയാം. കഷ്ടമായി കേട്ടോ, കുറേ നാൾ മുന്നേ ഞാൻ അവിടെ പോയി ഫുള്ളായിരുന്നു. അവിടെ റംബൂട്ടാനിലെ ഒത്തിരി ഉണ്ടായിരുന്നേ. അന്നൊക്കെ വിളിച്ചപ്പോൾ പോകാനേ പറ്റിയില്ല. ഡാഡി പറയുന്നുണ്ടായിരുന്നു ഒന്ന് വരുമെന്ന്. പിന്നെ നമുക്ക് ആകെ എല്ലാ ദിവസവും ഞാനിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയതുകൊണ്ട് ലൈക്ക് ഫുൾ ഞാനങ്ങ് എൻ്റെ മോർണിംഗ് ടൈം അങ്ങനെ പോകും. പിന്നെ ഉച്ചയ്ക്ക് എത്തുമ്പോൾ ലഞ്ചായി, പിന്നെ ഒരു വെയിൽ. പിന്നെ ഇപ്പോൾ ജിമ്മിൽ പോയില്ലല്ലേ? ഇന്ന് ജിമ്മിൽ പോയില്ല, ബിക്കോസ് ഇന്ന് ഉജിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഒത്തിരി എനിക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. ജിമ്മിൽ പോയില്ല. ഇവർക്ക് ഞാൻ ഫിഷൊക്കെ പറഞ്ഞേക്കുക, അതൊക്കെ വാങ്ങി ഞാൻ ഇനി ഓജിയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു 4-5 ദിവസം ഇവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇഷാനി ഇന്ന് കൂടെ വരാം. കുറേ നാളുടെ പാവം അപ്പം പറയുമായിരുന്നേ, ഒന്ന് വീഡിയോ എടുക്കുമോ, നമ്മുടെ റംബൂട്ടാൻ്റെ വീഡിയോ എടുക്കുമോ. ലെറ്റ്സ് ഗോ. ഔട്ട് ഓഫ് ഫോക്കസ് ആയി. സോറി, ഞാൻ എപ്പോഴും സിനിമാറ്റിക്കൽ എടുത്തുകളായി. ഇറ്റ്സ് ഓക്കെ. അമ്മ എന്താ പറയുക?
നിന്നെ സുന്ദരി കുട്ടിന്ന്. താങ്ക് യു. ഹലോ ഹലോ. ഫുട്ബോൾ കളിക്കുന്നത് കണ്ടെന്നല്ല. ഇൻസ്റ്റാഗ്രാം ഒക്കെ തകർത്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ആകെ നോക്കണതേ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ കളിക്കുന്നത് കണ്ട് മുതുമുത്തശ്ശി ആവാൻ എക്സൈറ്റഡ് ആണ്. ഓൾറെഡി ആയല്ലേ ലിയാൻ വന്നത്. എന്നാലും പുതിയൊരാളെ കാണാനായിട്ട് ആഗ്രഹം തന്നെ. എത്രയും പെട്ടെന്നൊക്കെ നടന്നു കഴിഞ്ഞാൽ മതി. അതാ ആ ഒരിതേ ഉള്ളു. ഇപ്പോഴും ഞാൻ ഈ കൊച്ചിൻ്റെ കൂടെ അതാ പറഞ്ഞോണ്ടിരുന്നത്. നമ്മുടെ വീട്ടിൽ ഫുള്ള് ഗേൾസ് ആയതുകൊണ്ട് അമ്മൂമ്മക്ക് ബോയിനെയാണ് ആഗ്രഹം അല്ലേ? തികച്ചും. അത് മാത്രമല്ല തൻവി പറയണ ലിയാനപ്പൊ ഒരു കൂട്ടാവുമല്ലോ എന്ന്. ലിയാനിപ്പോ പെണ്ണായാലും കൂട്ടുകയാണ്. നമ്മളൊക്കെ ലിയാനായിട്ട് എന്ത് കൂട്ടുകാരും. അല്ല, എന്നാലും ആദ്യത്തെ ഒന്ന് അങ്ങനെ ആണാവട്ടെ, പിന്നെ പെണ്ണായ വേണ്ടില്ല. നമുക്ക് എന്തായാലും ഉടനെ അറിയാൻ പറ്റും. സോ ഈ പ്ലാസ്റ്റിക് കവറിന്റെ ക്ലോസ്ഡ് എഡ്ജ് രണ്ടും ചെറുതായിട്ടൊന്ന് അറ്റം നമുക്ക് മുറിച്ചു കൊടുക്കാം. കാരണം മഴയൊക്കെ പെയ്ത് വെള്ളം കെട്ടിയാലും അതിൻ്റെ അകത്ത് കിടക്കുന്ന റംബൂട്ടാൻ ചീഞ്ഞു പോകും. ഇഷാനയുടെ ഫേവറേറ്റ് ടൈപ്പാണോ ഇത്? അല്ല, ഇഷാനയുടെ ഫേവറേറ്റ് മറ്റേ ടൈപ്പല്ലേ? കഷ്ടമായി കേട്ടോ. ഈ മരത്തിൽ കുറേ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുന്നേ വന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ആക്ച്വലി മറ്റേ നെറ്റ് കൊള്ളത്തില്ല കേട്ടോ. ഈ പ്ലാസ്റ്റിക് നമ്മളെ വീട്ടിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുന്നത്. സ്റ്റേപ്പിൾ നമുക്ക് അതിൽ നിൽക്കുന്നതേ കുറച്ചൊന്ന് ആ നെറ്റ് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് കവേഴ്സ് ഇടാം. ഈ സൈഡിൽ കുത്തണോ? കുഴപ്പമില്ല, അത്ര മതി. ആ, നെക്സ്റ്റ് നിൽക്കുക. ഈ ടൈപ്പ് കവേഴ്സ് ഇട്ടതേ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കും. അതെങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെയായത്. ഞാൻ ഈ ആമസോണിലൊക്കെ ഇതിൻ്റെയൊക്കെ ആഡ് കണ്ടിട്ട് ഇത് ഇങ്ങനത്തെ ഫ്രൂട്ട്സിന് ഇടുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ കുറേ വാങ്ങിയത്. ഇതിൽ നമുക്കൊരു കവർ ഇടാം. ഇത് പഴുത്തില്ല ഡാഡി, ഇത് കുറച്ച് നാളുകൂടെ നിൽക്കും കേട്ടോ. ഇത് സുഖമായിട്ട് 1 മാസം നിൽക്കും. നമുക്ക് വലിയ പ്ലാസ്റ്റിക് കവർ ഇടാം. അതൊക്കെ എന്ത് പറ്റിയെന്നാ ഇഷാനി ഇതിലിട്. ഇതൊരു 2 ആഴ്ചയും കൂടെ നിൽക്കും. താഴെ കൊച്ചങ്ങ് സ്പേസ് വിട്ടിട്ട് ചെയ്യും. പക്ഷെ ഇതിങ്ങനെ താഴെ ടച്ച് ചെയ്യുന്നതൊരു ഇതല്ലേ? പക്ഷെ അപ്പൊ ഇതങ്ങ് താഴെ ചപ്പിപ്പോ. ഓക്കെ, ഇപ്പം ബ്രീത്തിങ് സ്പേസ് നല്ലപോലെ ഉണ്ട്. ഞാൻ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ കയറുന്ന കറക്റ്റാണ്. അപ്പോൾ ഇതൊരു 1 മന്ത് നിന്ന് അത് നല്ല വലുതായിട്ട് ഗുണ്ടുമണിയായിട്ട് വരും. അത് നല്ല വലുതാണ്. ഇനി ഇതിലൊരു കവറല്ല, അത് കവർ എടുക്കുന്നു. ആക്ച്വലി ഇതിൻ്റെ കൂടെ നടുക്ക് എഴുതി കൊടുക്കാല്ലേ? ആ, ഇതിലിടാം. അതിലിടാം. ഡാഡി ഈ മുകളിൽ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്തെടുക്കാം ഡാഡി. അതെല്ലാം പഴുത്ത് കേട്ടോ. അതിനെ ഇനി കഴിക്കാനായിട്ട് പറിച്ചെടുക്കാം. അതിന്റെ കൂടെ നിൽക്കുന്ന കണ്ടോ ഒത്തിരി കരിഞ്ഞു പോയി. ഈ നിൽക്കുന്ന എല്ലാം പറിക്കാം കേട്ടോ. അതെല്ലാം പറിച്ചെടുക്കാം.
പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ആക്ച്വലി കുറേ കൂടെ സമയം ഗാർഡനിലൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് മരത്തിൽ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ അവിടെ ഒരു മാവുണ്ട്, ആ മാവ് പൂത്തില്ല, അതുകൊണ്ട് അത് പിന്നെ നമ്മൾ വെട്ടിക്കളഞ്ഞു. അവിടെയാണ് ഇപ്പോൾ റംബൂട്ടാൻ നിൽക്കുന്നത്. അതെ, അവിടെ നമ്മൾ പിന്നെ ഒരു മാവ് നട്ടു, പക്ഷെ അതും പൂത്തില്ല. എന്തോ അവിടെ നമ്മുടെ മണ്ണിൽ എന്തോ മാവിനൊരു ഇതില്ല. എന്നാൽ റംബൂട്ടാൻ എങ്ങനെയാണ് വളരുന്നത്? അപ്പോൾ പണ്ട് ആ ഒരു മാവിൽ നമ്മളെല്ലാവരും മരം കയറുമായിരുന്നു. എനിക്കായിരുന്നു ഏറ്റവും ഇഷ്ടം. കുറെ കിടിലം ഫോട്ടോസ് ഉണ്ട് ഇഷാനി മരത്തിന്റെ മേലിൽ നിൽക്കുന്നത്. ഇഷാനി എൻ്റെ മുകളിൽ കയറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമായിരുന്നു. കിച്ചുവിന് മരം കയറാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് കിച്ചു വാസ് വെരി പ്രൗഡ് ദാറ്റ് യു ആർ ക്ലൈംബിങ് ട്രീസ്. ഞാനും ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം ഓസിയും കയറുമായിരുന്നു. നമ്മൾ എപ്പോഴൊക്കെ അവിടെ ഒരു ട്രീ ഹൗസ് പോലെയൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊണ്ട് അതിന്റെ മേളിൽ നിന്ന് കഴിക്കുമായിരുന്നു. കിച്ചു കൊച്ചിലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഹി വാണ്ടഡ് യു ഓൾ ടു ഡു ഓൾ ദാറ്റ്. ഫണ്ണായിരുന്നു. അധികം പിടിക്കണ്ട ഡാഡി. അത് പറിക്കുവാണോ? ബിക്കോസ് അത് അകത്ത് ഒത്തിരി ചീഞ്ഞു പോയി, അതിന് നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. കണ്ടോ, കുറെ ചീഞ്ഞു അല്ലേ, കരിഞ്ഞു പോയി, നാശമായത്. ഒന്നും കഴിച്ചില്ല, പക്ഷെ അത് ഈ കവർ നമുക്ക് റീയൂസ് ചെയ്യാം. പക്ഷെ കുറെ എണ്ണം കരിഞ്ഞെങ്കിലും മറ്റതിനെ എഫക്ട് ചെയ്തില്ലല്ലേ? കുഴപ്പമില്ല. ഈ മരത്തിലെ ഫുള്ള് പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് മറ്റേ മരത്തില്ല, ഇത് കുറച്ചുകൂടെ മറ്റേ ഫ്ലാറ്റ് ടൈപ്പാണ്, ഇത് കുറച്ചുകൂടെ റൗണ്ട് ടൈപ്പാണ്. ഐ പ്രിഫർ ദിസ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കവർ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ 2 എണ്ണം അതിൽ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞ് വീണു. അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്നത് എങ്ങനെയാണ് ടേസ്റ്റ് ഡിഫറൻസ് നിന്ന് കമ്പയർ നോക്കാം. ചിലർ മറ്റേ കത്തിയൊക്കെ വെച്ച് മുറിക്കും, എനിക്ക് പല്ല് വെച്ച് കടിക്കാനാണ് ഇഷ്ടം. ഇത് ഞാൻ ആക്ച്വലി വിചാരിച്ച ഓരോ മരവും ഓരോ വെറൈറ്റി. ഞാൻ നമ്മുടെ വീട്ടിലെ ഗാർഡനിലുള്ളത് പുറം ഇതുപോലെയാ, പക്ഷെ അത് ഭയങ്കര ജ്യൂസിയാ. പക്ഷെ ഇത് മറ്റേ കടിച്ച ഇളകി വരുന്ന ടൈപ്പില്ല. അതാ എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ്. അത് ആണോ? നീറ്റായിട്ട് ഫുൾ ഇളകി വരും. മധുരമുണ്ടോ? നല്ല മധുരമുണ്ടോ? ഓ, നോക്കി, കുരുവിന്റെ സ്കിന്നും ഇളകി വരുന്നില്ല. അത് ആക്ച്വലി ഭയങ്കര നല്ലതാ. സാധാരണ ഇങ്ങനെ ഇളകി വരുന്നില്ല, കുരുവിന്റെ സ്കിൻ ഇളകി വരും. താഴേക്ക് പോകുമ്പോ അത് വരും. ഈ മരവും നമ്മുടെ അവിടെ നിൽക്കുന്ന കുഞ്ഞു മരങ്ങളും ഒക്കെ ഒരുമിച്ച് നമ്മൾ ഒരു ഫാമിൽ നിന്ന് വാങ്ങിയതാ. ഇതാ N18 ആണോ? അത് തന്നെ അതാണല്ലേ? അതാണ് ഞാൻ ഈ ഗാർഡൻ എന്ന് പറയുന്നത്. ആ N18 അല്ല, പഴയ മരമില്ലേ, പഴയ മെയിൻ. ഞാൻ അതിനെയാണ് കമ്പയർ ചെയ്തോണ്ട്, ഞാൻ അതിലെ കായാണ് വിചാരിച്ചത്. അല്ലല്ല, ഇത് അതിന്റെ മരങ്ങളെല്ലാം ഇന്നാളെ ട്രിം ചെയ്തിട്ട് അത് ഇത്തവണ ഒന്നും കാച്ചില്ല. അതൊക്കെ ഇനി നെക്സ്റ്റ് ഇയറേ കായ്ക്കത്തുള്ളൂ. അപ്പൊ ഇതെനിക്ക് ഇഷ്ടമുള്ള ടൈപ്പാ. ഇത് നമ്മുടെ ആ പണ്ടത്തെ മാവിന്റെ സൈഡിൽ നിന്നില്ലേ, ആ ജനലിന്റെ സൈഡിലെ മഞ്ഞയുണ്ട്. ഞങ്ങൾ 2 മഞ്ഞയുടെ മരം വാങ്ങി, ഒന്ന് ഇവിടെയും വെച്ചു, ഒന്ന് നമ്മളവിടെ. പക്ഷെ ഇവിടെ ലേറ്റ് ആയിട്ടാ കാച്ച, നമുക്ക് കുറച്ചുകൂടെ നേരത്തെ കാച്ചു. ഓർമ്മയില്ല, അച്ഛൻ 4 മരം നട്ടിട്ട് നമ്മുടെ പേരിട്ടു. എന്റെ പേരിലുള്ള റംബൂട്ടാനാണ് ഇപ്പൊ അവിടെ പൂത്ത് പന്തലിച്ചത്. ഏത് മാവിന്റെ അവിടെ നിൽക്കുന്ന ഓസിയുടെ ആയിരുന്നു, പഴയ റംബൂട്ടാന്റെ ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇഷാനി ഹൻസുവിന്റെ എവിടെ? അതെനിക്കറിയില്ല. ഏതോ ഒരു റംബൂട്ടാൻ ഏതോ പ്രശ്നമായി പോയി. എന്റെ പേരിട്ട റംബൂട്ടാൻ ആദ്യം ക്ലച്ച് പിടിച്ചില്ല, അത് പിന്നെ ക്ലച്ച് പിടിച്ചല്ലേ. ആ മഞ്ഞക്ക് ഭയങ്കര മധുരവാ ഡാഡി. അത് മഞ്ഞ നമുക്കും ആദ്യം വളരെ കുറച്ചാ കാച്ചത്, അടുത്ത വർഷം നല്ല പോലെ കാച്ചു. പക്ഷെ അതിങ്ങനെ ഇച്ചിരി കൊലയായിട്ട് വരത്തില്ല, ഒന്നൊന്നായിട്ടാ നിൽക്കുന്നത്. ഇവിടുത്തെ മഞ്ഞക്ക് വേണ്ട, നമ്മുടെ അവിടുത്തെ സെയിം ടേസ്റ്റ് ആണോ നോക്കിട്ട് പറ. സെയിം ടേസ്റ്റ് ആണോ? സൂപ്പർ. നമ്മുടെ മഞ്ഞയുടെ സെയിം ടേസ്റ്റ് ആണോ? നമ്മുടെ മഞ്ഞ നല്ലതല്ലേ? ഇത് നമ്മുടെ മഞ്ഞയേക്കാൾ കൊച്ചിട്ട് വലുതല്ലേ ഇത്? നമ്മുടെ കൊച്ചു ചെറുതാ. വേണ്ട ഡാഡി, അവിടെ നിന്ന് പഴുക്കട്ടെ. ഇത് പഴുത്തു, അത് അവിടെ നിൽക്കട്ടെ. ഡാഡിയൊക്കെ കഴിച്ചോ? നമ്മുടെ അവിടെ ഉണ്ടല്ലോ. കുറെ ഉണ്ട്. വേണ്ട, നിങ്ങൾ കഴിച്ചോ, ഞങ്ങളുടെ അവിടെ ഉണ്ടല്ലോ.
എന്തൊരു രസമല്ലേ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലും ഇത്രയും നല്ല ടേസ്റ്റി ഫ്രൂട്ട്സ് കിട്ടുന്നത്. ഡാഡിക്ക് ഇവിടുത്തെ ഫ്രൂട്ട്സ് ആയ ഡാഡിയുടെ ഡോക്ടേഴ്സിന് കൊടുക്കണം. ഡോക്ടർ പ്രവീണിനെയും അമ്മുവിന്റെ ഫ്രണ്ട് ദേവിക്കയും കുറിച്ചാണ് ഡാഡി പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡ്രാഗൺ ആയപ്പോഴും ഡാഡി കൊണ്ടുപോകും. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ശരി, സൂപ്പർ അല്ലേ? ഇതേപോലെ നമ്മുടെ അവിടെയും നട്ടു, പക്ഷെ നമ്മുടെ ഫ്ലോപ്പ് ഷോ ആയിരുന്നു. സെയിം സമയത്ത് സെയിം നട്ടണം. ഇപ്പൊ നമ്മൾ അവിടത്തേക്ക് ചെടി വാങ്ങുമ്പോ അതെ ഈ നാരങ്ങ ചെടി നമ്മുടെ അവിടെ ഉണ്ട്. ഇവിടെ നല്ല പോലെ കായ്ക്കും. നമ്മുടെ കുറെ നാരങ്ങ വന്നു, പക്ഷെ പിന്നെ നമ്മുടെ കുഞ്ഞാ വരുന്നത്. നമ്മുടെ പെട്ടെന്ന് ഒരു ദിവസം ഗ്ലാമറൊക്കെ പോയി, മറ്റേ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി, വല്ലാതെയായി. അപ്പൊ കൊണ്ട് ഇവിടെ എനിക്കൊന്ന് ഇവിടുത്തെ മണ്ണ് കുറച്ചുകൂടെ ബെറ്ററാണ്, കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് അവർക്ക് ഇവിടെ ചെടി തന്നെ. ഇതൊക്കെ ചക്ക അടിപൊളിയല്ലേ? അത് ഏതെങ്കിലും റൈപ്പായോ? ഇല്ല, ഇത് വിളങ്ങില്ലല്ലോ. വിളഞ്ഞോ? ഇല്ല ഇല്ല ഡാഡി, വിളങ്ങില്ല. വിളയുമ്പോഴത്തേക്ക് ആ മുള്ള് കുറച്ചുകൂടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് വരും. ഡാഡി ചക്ക വെട്ടണ്ട, ആയില്ല. വെട്ടണ്ട, കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ, കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ. ഗസ്സി ഇതെന്ത് മരമാണ്? അണ്ണ അത് എന്താ വിചാരിച്ച പല്ലിയാണോ? കുഞ്ഞു കുഞ്ഞു കാറുന്ന വല്ലതും അല്ല, കസ്റ്റേർഡ് ആപ്പിളിന്റെ പാറ്റേണിൽ ഒരു മുള്ളുള്ള ഒരു ഫ്രൂട്ട് ഇല്ലേ? എല്ലാരും പറയും ക്യാൻസറിന് ഭയങ്കര നല്ലതാന്ന് പറയും. ഞങ്ങൾ ഇതിനെ മുള്ളൻ ചക്കാന്നാ പറയുന്നത്. ഇതിന് വേറെ എന്ത് പേരാണ് അറിയത്തില്ല. ആ ചെടിയാണ് പണ്ട് ആർക്കും വേണ്ട, അത് മൈൻഡ് ചെയ്യാതെ ഇടുന്ന ചെടിയാണ്. ഇപ്പൊ അതിന് ഭയങ്കര ഡിമാൻഡാണ്. സ്പ്രിങ്ങിലൊക്കെ ഉണ്ട് ഒരു ഫ്രൂട്ടിന് നല്ല വില. കായ്ക്കുന്നില്ല? കായ്ച്ചിട്ടുണ്ട്. ഇതാ ഉണ്ടോ ഇപ്പൊ? ഈശാനി, ഇത് ആരുടെ പ്രോപ്പർട്ടിയാണെന്നറിയാവോ? അപ്പുറത്തെ ഇല്ല. പ്രിയം സിനിമയില്ലേ? പ്രിയം സിനിമയിലെ ഹീറോയിൻ ഇല്ലേ, ദീപയുടെ ഫാദറിന്റെ പ്രോപ്പർട്ടിയായി. ദീപ ഓസ്ട്രേലിയയിൽ. ഓ, നമ്മുടെ റംബൂട്ടാൻ അപ്പുറത്ത് കിടക്കുവാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ഏരിയ ഉള്ളത് ഞാൻ ആദ്യം. അപ്പൂപ്പൻ ഇവിടെ ഫുള്ള് സ്റ്റോറേജാ. അയ്യോ, ഫുൾ മഴ എങ്ങനെയായിട്ട് ഒഴുകി പോയി. അയ്യോ, ഇത് നിറയെ കാറ്റുന്ന മഴ. എങ്ങനെയാ മഴയില് കാറ്റത്താണോ അവിടുന്ന്? ഇത് നിങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നപ്പോ പറ്റിയതാണോ? കഷ്ടമായി പോയല്ലോ. നമ്മൾ വന്നാലും കാര്യമൊന്നുമില്ല. അയ്യോ, പിന്നെ ഞാൻ ഇത് വെട്ടി എങ്ങോട്ടങ്ങ് മുറിച്ചിട്ട്, കാരണം ഈ മതിലുടഞ്ഞു പോകും. അത് ഭയങ്കര കഷ്ടമായി പോയിട്ട്. നിറയെ കായ്ക്കുന്ന മരമായിരുന്നു. ടെറസിൽ നിന്നൊക്കെ പറിക്കാൻ പറ്റുമായിരുന്നല്ലോ. കായുണ്ട് കേട്ടോ അതില്. പോയി എല്ലാം ഉണങ്ങിപ്പോയി. നോക്ക്, ആള് ഇറക്കാൻ നിവർത്തിയില്ല, വെള്ളം ആയതുകൊണ്ട്. ഇവിടെയൊക്കെ ഉണങ്ങി താമിക്കുന്നു. മണ്ടയിലൊക്കെ നിറയെ ഉണ്ടായിരുന്നതാണ്. ഇല്ല, കാരണമാണ് ചാഞ്ഞത്, വെയിറ്റ് കാരണം. നമുക്ക് ഇത് വെയിറ്റ് കൂടുന്നു നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഡാഡി നമുക്ക് ഒന്നൊരു കയറിട്ടും. പക്ഷെ എങ്ങും കെട്ടാനില്ല, വീട്ടിന്റെ അപ്പുറത്തോട്ട് എവിടെ കെട്ടാൻ. എനിക്ക് ഇവിടെ അധികം സ്പേസും ഇല്ല എന്റെ റൂട്ട്സിനൊക്കെ പോവാന്. കുറച്ച് സ്പേസ് കുറവല്ലേ? ഓ, ഇത് കണ്ടാറില്ല. കിച്ചു എപ്പോഴും പറയും നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരം വീഴും എപ്പോഴും പറയും. ഇത് കണ്ടാ കിച്ചു പറയും അതെന്തായാലും വീഴുന്നു. പക്ഷെ ഇതിന് പിന്നെയും പുതിയത് വരുന്നു. പൊടിച്ചു വരുന്നു. അത് വരും. ഇത്ര താന്ന് പോയാലും പൊടിച്ചു വരും. പൊടിച്ചു വരും. പക്ഷെ അതൊന്ന് വന്ന് വളർന്ന് വലുതായി വർഷങ്ങളെടുക്കും. അല്ല, ചിലപ്പോ ഒരു 2-3 വർഷത്തില്. നമ്മുടെ മഞ്ഞ റംബൂട്ടാന്റെ മുകളിൽ കൂടെ ഇടയ്ക്ക് തെങ്ങ് വെട്ടിയപ്പോ വീണു, കുറെ ഒടിഞ്ഞു. പിന്നെ അത് പൊടിച്ച് അവിടെ ഇപ്പൊ കാച്ചല്ലോ. ഇടയ്ക്ക് കുറച്ച് ഒരു 1 ഇയർ കായില്ലാതെ പിന്നെ. ഇതെന്ത് വലിയ മരം ഡാഡി? കരിയപ്പല്ല. ഇത്രയും മണ്ണുള്ള കരിയപ്പല്ല. അതിപ്പോ വെട്ടി അങ്ങോട്ട് ഇട്ടു, കാരണം ഇതേപോലെ അതും വീഴും. ഇവിടെ പെയിന്റ് അടിച്ചപ്പോ ഇവിടെ ഒന്നും പെയിന്റ് ചെയ്തില്ലേ? അത് മഴ പെയ്തപ്പോ അങ്ങനെ ആയതാണ്. പെയിന്റൊക്കെ അടിച്ച് വലിയ കരിയപ്പില്ല.
വൈശാനി കുറച്ചുകൂടെ റംബൂട്ടാനിൽ കവർ ഇടാം. നമ്മൾ വന്നപ്പോഴ് വെച്ച ഇതാണ് തടിയനായി. ഇതൊക്കെ കരിയേപ്പിലയാണ്. ആ അത് വേര് പൊടിച്ചു വരുന്നത്. നമുക്ക് വേറെ നല്ല കരിയപ്പോൾ 2-3 അവിടെ വെളിയിൽ കൊണ്ടുപോകും. പിന്നെ തീർന്നു. ഇതോടെ പൂച്ച. പൂച്ച പിന്നെ ഇവിടെ അമ്മൂമ്മക്ക് പൂച്ചേനൊക്കെ ഇഷ്ടമാണ്. അമ്മൂമ്മ പല പൂച്ചകള് ഈ തീറ്റ കൊടുത്താലേ ഫുഡ് വരും. ഫോറിൻ ഫുഡ് ഞാൻ പറഞ്ഞു അമ്മൂമ്മയ്ക്ക്. അമ്മൂമ്മ പണ്ട് അപ്പൂപ്പനെ കല്യാണിച്ച് എന്നെ പ്രഗ്നന്റ് ആയിരുന്ന ആ സമയത്ത്, അല്ല ഞാൻ ജനിച്ചിട്ട് എപ്പോഴായിരുന്നു പൂച്ച ഉണ്ടാവില്ല. അമ്മൂമ്മയുടെ പൂച്ചയുടെ പേരെന്തായിരുന്ന ബില്ലി. ബില്ലി അമ്മൂമ്മയുടെ പൂച്ചയുടെ പേര് ബില്ലി. നല്ല ഭംഗിയുള്ള പൂച്ച. ഞാൻ ഇവരെ വീട്ടിൽ വന്നപ്പോൾ ആ പൂച്ചയെ കൊണ്ടുവന്നു. കാരണം അതിനെ കളഞ്ഞിട്ട് വന്നു അങ്ങനെ. പക്ഷെ ഇവരെ വീട്ടിലൊരു പന്ന പട്ടിയുണ്ട്. ആ പട്ടി പൂച്ച ഓട്ടിക്കും. ഈ പൂച്ച 6 നീന്തി അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ വീട് 6ന്റെ ഇപ്പുറത്തുമാണ്. ഓപ്പോസിറ്റും അല്ല, ഡയഗണലായിട്ട് വരും. എന്നിട്ട് പാവം ഈ പൂച്ച ഈ വെള്ളത്തിൽ നീന്തി ഞങ്ങളെ വീട്ടിൽ അമ്മൂമ്മയുടെ വീട്ടിൽ തിരിച്ചു പോകും. എന്നിട്ട് വീണ്ടും ഞങ്ങൾ പോകും. വീണ്ടും ഞങ്ങൾ പോയി എടുത്ത് ഇവരെ വീട്ടിൽ കൊണ്ടുപോകും. അമ്മൂമ്മ പിന്നും ബില്ലി എടുത്ത് തിരിച്ചു വരും. ബില്ലി പിന്നെ നീന്തി അങ്ങ് പോകും. ബില്ലി കൊള്ളാം. അങ്ങനെ അവസാനം വെള്ള നല്ല ഭംഗിയുള്ള നല്ല വലിയൊരു പൂച്ചയാണ്. അമ്മ അതിന് ബില്ലി എന്നാണ് പേരിട്ടത്. അമ്മ ഹിന്ദിയിൽ വലിയ പണ്ഡിറ്റാണ്. അമ്മ ഹിന്ദി കുറെ എക്സാം ഒക്കെ എഴുതി പാസ്സായിട്ടുണ്ട്. എന്തൊക്കെ പാസ്സായിട്ടുള്ളത്? ഹിന്ദി പ്രാഥമികം, മധ്യമം, രാഷ്ട്രം, പ്രവേശിക. പണ്ടൊക്കെ കുറെ എക്സാംസ് ഉണ്ട് ഹിന്ദിയിൽ. പ്രാഥമികം, മധ്യമം, രാഷ്ട്രം, പ്രവേശിക, പിന്നെ ഭൂഷൺ, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കും ഹിന്ദി അത്യാവശ്യം ഇഷ്ടമായിരുന്നു. എനിക്ക് നല്ല ഏറ്റവും പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ഹിന്ദി. അപ്പൊ അമ്മൂമ്മ ഇവിടെ നിൽക്കേണ്ട ആളല്ല കേട്ടോ, ഡൽഹി പോയി നിൽക്കേണ്ട ആളാണ്. ഇനി കിച്ചു ഡൽഹി പോയപ്പോ കൂടെ പോകും. ഹിന്ദിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാലോ കേട്ടോ. ഹിന്ദി എനിക്ക് ഏറ്റവും ഹിന്ദി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഈസിയാണ്. പിന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആ കുക്കിങ് ചോറ് വെച്ച് ഇന്നലെ അവിയലിന് കായില്ലാത്ത അവിയൽ നല്ല വെച്ച്. പടവലങ്ങ, മുരിങ്ങക്ക, കത്തിരിക്ക, ക്യാരറ്റ്, പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെ കൂടെ ഇട്ട് അവിയൽ വെച്ച്. അത് ഇന്നത്തേക്കുണ്ട്. മീൻകറിയുണ്ട്. പിന്നെ നല്ല മീൻ കൊണ്ടുവന്നേ. നല്ല മീൻ കൊണ്ടുവന്നു. പക്ഷെ ഇത് കറക്റ്റ് പഴുത്തതുമില്ല. എങ്ങനെയാണ് ഈ കുറേ എണ്ണം കരിഞ്ഞു പോകുന്നത്? സെലക്റ്റീവ് ആയിട്ട് കുറച്ചെണ്ണം മാത്രം കരിഞ്ഞു. കവർ കാര്യമില്ല. ഇതിൽ ഒരെണ്ണം കുറച്ച് അങ്ങനെ കളഞ്ഞാലോ? അത് കേടായതാണ്. ആ കവറൊക്കെ അവിടെ കിടക്കട്ടോ. ഇവിടുന്നല്ലേ കണ്ടോളൂ. ഈ ഒരു സ്ട്രെച്ചിൽ കുറേ ചെടികളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. അമ്മൂമ്മ ഇത് ചീരയാണോ? പിങ്ക് ചീര. കൊള്ളാം. ചീരയൊക്കെ വീട്ടിൽ വളർന്ന എന്ത് രസം. ഓരോന്നായിട്ട് നോക്കാം. ഈ കാക്ടസ് പോലത്തെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയല്ലേ? ഡ്രാഗൺ നമ്മുടെ വീട്ടിൽ പക്ഷെ ഇത്രയും ഓറഞ്ച് അല്ല, കുറച്ച് യെല്ലോ ആണ്. പക്ഷെ നമ്മുടെ കുറച്ചുകൂടെ വലുതാ. ഇത് വെയിലില്ല. പപ്പായ. അയ്യോ അത് കട്ട് ചെയ്യണ്ടേ, അതെല്ലാം ചെയ്യുന്നു കേട്ടോ. ഞാൻ സിസ്റ്ററൊക്കെ ഇട്ടു. ഈ വലിയ മരം ഏതാ? അപ്പൊ ഈ വലിയ മരം ഏതിന്റെയാ? നെല്ലിക്ക. നല്ല നെല്ലിക്ക. ഇത് കുറച്ച് കുഞ്ഞാ, പക്ഷെ നല്ല ടേസ്റ്റിയാ. ഇതോ ഈ വലുത്? ജാമ്പയ്ക്ക നമ്മുടെ അത് ഇവിടെ ഭയങ്കര വലുതല്ലേ ഇത്? ഓ, അതില് കുരുമുളകും കാണുന്നുണ്ടല്ലോ ഇടയില്. അത് കൊള്ളാം. ഇപ്പൊ കൊറേ പച്ചമുളകുണ്ട്. ഇത് നല്ല വലുതാവുമായിരിക്കും. ആക്ച്വലി അടിപൊളിയോടെ നിൽക്കുന്നുണ്ടായിരുന്നേ. ഡാഡി ഒരു ദിവസം ഇതിനൊക്കെ കുറച്ച് വളം ഇട്ടു കൊടുത്തു. അതോടുകൂടി കുളമായി. പിന്നെ ഭാഗ്യം അത് തിരിച്ച് രക്ഷപ്പെട്ടു. കുരുമുളകിന്റെ തല്ലല്ലോ ഇത് കുരുമുളകല്ല, അത് കുരുമുളക്. ആ ഷേപ്പ് അതല്ലേ? അത് കുരുമുളക്. ഇവർക്ക് ഇതിന്ന് കുറേ കുരുമുളക് കിട്ടാറുണ്ട്. ഈ ഡ്രാഗൺ ഡാഡി പാവം കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ റംബൂട്ടാൻ വളർന്നങ്ങ് പന്തലിച്ചപ്പോൾ അതിനൊന്നും ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഇതിന് വെയിലില്ലാതായിപ്പോയി.
കുറച്ച് ആരെങ്കിലുമൊക്കെ വിളിച്ചെങ്കിൽ ഇതൊന്ന് നീക്കി വെക്കായിരുന്നു. അപ്പൂപ്പന് ഇപ്പം അതിനുള്ളൊരു എനർജി ഇല്ല. ഈ ഷെഡിന്റെ മേളിൽ അവിടെ ഫുള്ള് സൂപ്പർ വെയിൽ കിട്ടും. അവിടെ നല്ല വെയിൽ കിട്ടും. അവിടെ ഡ്രാഗൺ നമ്മുടെ വീട്ടിൽ പൂത്തപ്പോഴേ എവിടെയും പൂത്തേ. അത് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കമ്പ് കൊടുത്തിട്ടാ നട്ടെ. ഇവിടെ നിന്ന് ഡ്രാഗൺ കൊടുത്താണ് അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്നത്. അവിടെ അടിപൊളിയായിട്ടാണ് നിൽക്കണേ. അടിപൊളിയായിട്ടാണ്. ഇതൊക്കെ ആരാ ചെയ്തേ? അത് ഈ ഡാഡി ഹൈറ്റിലുള്ള കവറെല്ലാം ആരായിട്ട് ഏണി വെച്ചിട്ട് പാവം ഡാഡി. ഓ അങ്ങനെ. അതല്ല ഞാൻ പക്ഷെ ഡാഡി അതെല്ലാം തോട്ട വെച്ചിട്ട് എടുക്കാവേ. എല്ലാം കേടായി അത്. അത് റംബൂട്ടാൻ. ഈ മഞ്ഞയുടെ മരം എവിടെയായിരുന്നു? ഇതാണ് മഞ്ഞ. ഇതാണ് മഞ്ഞ. മഞ്ഞയിൽ ഇവർക്ക് കുറച്ച് കായുള്ളൂ. മഞ്ഞയുടെ ഇല കുറച്ചിങ്ങനെ ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റ് പോലെയായിട്ട് നിൽക്കും. മറ്റേത് കുറച്ചിങ്ങനെ വിടർന്നാ നിൽക്കുന്നത്. ഒരു ഇത് കുഞ്ഞ ഇലയാണ്. ഇതിൻ്റെ ഇല നല്ല വലുതാണ്. ഇവന്മാരാണ് മെയിൻ വില്ലന്മാര്. അണ്ണാനോട് നമുക്ക് അത്ര വലിയ ദേഷ്യം തോന്നുന്നു. അതാ നമുക്ക് പണ്ടൊരു അണ്ണാനുണ്ടായിരുന്നു പെറ്റായിട്ട്. അത് ഈ വീടിന്റെ പണി നടക്കുമ്പോ ഇവിടുത്തെ തെങ്ങിന്ന് വീണിട്ട് കിച്ചുവിന് കിട്ടിയതാ. കിച്ചു അതിനെ ചെന്നൈയിൽ ഷൂട്ടിങ്ങിനിടെ കൊണ്ടുപോയി. അവസാനം തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നപ്പോ അവർ പൂച്ച അതിനെ കൊണ്ടുപോയി. നമ്മളെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഇത് സ്റ്റാർ ഫ്രൂട്ട് അല്ലേ? രണ്ട് സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം. ഏകദേശം നമ്മുടെ വീട്ടിലുള്ള സെയിം ചെടികളാണല്ലേ? നമ്മള് ചെടി വാങ്ങാൻ പോകുമ്പോ ഇവർക്കും കൂടെ വാങ്ങും. അതുകൊണ്ട് എല്ലാം വൃത്തിയിട്ട. ഇപ്പൊ 4 എണ്ണം വാങ്ങും, 2 എണ്ണം നമ്മുടെ അവിടെ വെക്കും, 2 എണ്ണം ഇവിടെ വെക്കും. അത് പണ്ടേ അങ്ങനെയാണ്. ഏത് ചെടി വാങ്ങിച്ചാലും കട്ട് കോപ്പി പേസ്റ്റ് ആണ് അവിടെ ഇവിടെ എല്ലാം സെയിമാ. ഇവിടെ കുറെ വാഴയുണ്ട്, ഞങ്ങൾക്ക് വാഴയില്ല. വാഴ മാത്രം നമുക്ക് ഇത്രയില്ല. പണ്ടുണ്ട്, നമുക്കവിടെ സ്പേസ് ഇല്ല വാഴയ്ക്ക്. അമ്മൂമ്മ അപ്പൊ പോട്ടെ. ശരി. എന്തിന് വിഷമിക്കണ? എന്തിന്? നമ്മളവിടെ 10 മിനിറ്റ് അപ്പുറത്തല്ലേ. എനിക്കാണെങ്കിൽ ഇനി ആ ഓസി അങ്ങ് പ്രസവിച്ച് കഴിഞ്ഞാലേ ഒരു ഇതുള്ളൂ. അതൊക്കെ നല്ലപോലെ പോവും. ഓക്കെ, നാളെ കാലത്തെ ട്രിപ്പ് കൊടുക്കുമായിരിക്കും അല്ലേ? രാത്രി എനിക്കറിയത്തില്ല, പോയിട്ട് ഡോക്ടർ പറയും. അപ്പം ഇന്ന് വൈകിട്ട് പോകുമ്പോൾ മോനും ഓസി അശ്വിനും മാത്രമേ പോകും. അമ്മൂം വരും. അമ്മയ്ക്കൊരു കൂട്ടായിട്ട്. അത് തന്നെ നല്ലത്. അമ്മ കൂടെ വരട്ടെ. അമ്മ വന്നാലേ ഒരു ധൈര്യമുണ്ട്. അപ്പൊ ഇഷാനിയ അപ്പൊ ഇഷാനി വന്നാ പിന്നെ കൊച്ചല്ലേ ഉള്ളു. എങ്ങനെ ഇരിക്കണം? അപ്പോഴേ ആശുപത്രിയിൽ ഇപ്പൊ നാളെ പ്രസവിക്കുകയാണെങ്കിൽ നമ്മളെ മറ്റന്നാൾ കൊണ്ടുപോകും. പ്രസവിച്ചാൽ നാളെ ഇപ്പൊ പകലൊക്കെ ആണെങ്കിൽ വൈകുന്നേരം കൊണ്ടുവരാം. എപ്പൊ റൂമിലോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ കൊണ്ടുവരാം. എല്ലാം ഓക്കെ ആയിട്ട്. എക്സൈറ്റഡ്. കിട്ടി. അപ്പൊ ശരി, നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ശരി. അർജുനെയൊക്കെ ചോദിച്ചെന്ന് അതവിടെ നിന്ന് പോയി ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പം ഇഷാനിയുടെ ഫുട്ബോളിന്റെ ഫാനാ. ഇനി ഇഷാനി എടുത്ത ഫുട്ബോളിന് പോകുമ്പോ അമ്മമ്മയെ കൂടെ കൊണ്ടുപോകും. ഉറപ്പായിട്ടും അതെനിക്ക് ഇഷ്ടമാണ്. ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. അല്ല, ഫുട്ബോൾ കളിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും എനിക്കതൊക്കെ കാണണം. ഏതൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് കൊച്ചിലെ? ഗെയിമൊക്കെ സ്കൂളിലൊക്കെ അതുമൊക്കെ ഉണ്ടല്ലോ. ഡ്രില്ലെന്ന് പറഞ്ഞ ഒരു പീരീഡ് ഉണ്ടല്ലോ. അപ്പൊ അതിന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ കളിച്ചില്ലെങ്കിലും അവർ കളിപ്പിക്കുമല്ലോ ഏതെങ്കിലും ഒക്കെ. പണ്ട് എന്തൊക്കെയാ നിങ്ങളെയൊക്കെ കാലത്ത് കളിക്കുന്ന ഗെയിംസ്? പലതും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്. ഫുട്ബോള്, പിന്നെ ത്രോ ബോൾ, വോളിബോൾ, കൊക്കോ. അമ്മൂമ്മ കൊക്കോ ആയിരുന്നു കളിച്ചത്. ഓക്കെ, ബൈ. ബൈ പപ്പ. ബൈ ഡാഡി. കുഞ്ഞിനെ കാണാൻ വേണ്ടി. അതെ നമ്മളുടെ വിളിച്ച് പറയണം കേട്ടോ. പിന്നെ ബൈ. അപ്പോൾ ഞാൻ വെറുതെ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ. ഐ തിങ്ക് ഇറ്റ് വാസ് എ ഫൺ വ്ളോഗ് അല്ലേ? ഐ ഡിഡ്ന്റ് നോ ഇവിടെ വന്നിനി എന്ത് ചെയ്യും. റംബൂട്ടാനിൽ വെറുതെ കവറൊക്കെ ഇടുന്നതൊരു ബോറായി പോവും. പക്ഷെ ഞാൻ ഇവിടെ വന്നങ്ങനെ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും കൂടെ കവർ ചെയ്യാം. ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ താങ്ക് യു ഓൾ സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.